ഇനി 3 നാൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ശക്തമായ മുന്നൊരുക്കങ്ങളും ശക്തമായ പ്രകടനങ്ങളും ശക്തമായ പ്രതിരോധ മാർഗങ്ങളും ആരംഭിച്ച് കഴിഞ്ഞു UDFും LDFും BJPയും ഒക്കെ. അതിനിടയിൽ ഒരു ചോദ്യം ബാക്കി നിന്നിരുന്നു. സമസ്ത ആരുടെ കൂടെ? മുസ്ലിങ്ങളുടെ പ്രസ്ഥാനമായ സമസ്ത ആരുടെ കൂടെ? സമസ്തയിൽ ഇപ്പോൾ ചെറിയ പിണക്കങ്ങൾ ഉണ്ട്. ചെറിയ പിണക്കങ്ങൾ. സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം. സുപ്രഭാതം കേരളത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും സമസ്തയുടെ മുഖപത്രം എന്ന നിലയിൽ സുപ്രഭാതം നിലനിൽക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അടിച്ച് പിരിയാനുള്ള കാരണം വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അടിച്ച് പിരിയുമ്പോൾ ആ അടി ഏൽക്കുന്നത് കോൺഗ്രസിൻ്റെ കാരണത്താണ്. സമസ്തയുടെ എല്ലാമെല്ലാമായ മുനാവറ അംഗം ഉമ്മൻ ഫൈസി സമസ്തയുടെ എല്ലാമെല്ലാമായ ഉമ്മർ ഫൈസി എന്നാണ് അയാളുടെ പേര് കേട്ടോ. ഉമ്മർ ഫൈസി ലീഗിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി KS ഹംസയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ലീഗ് ആരോപിച്ചിരിക്കുന്നു. KS ഹംസ തങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലെന്നും തങ്ങൾക്ക് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും സമസ്ത പറഞ്ഞിരിക്കുന്നു. എന്തായാലും സമസ്തയുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഹംസയ്ക്കുണ്ട് എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. എന്തായാലും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള യുദ്ധം ഒരു വല്ലാത്ത ഒരു യുദ്ധമായി മാറിയിരിക്കുന്നു. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അനുരഞ്ജനത്തിൽ ഏർപ്പെടാൻ UDF നേതാക്കൾ ശ്രമിച്ചിരുന്നു. പക്ഷേ സമസ്ത മുസ്ലിം ലീഗുമായി അനുരഞ്ജനത്തിന് ഇല്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സമസ്ത കൂട്ടായ്മ മുസ്ലിം ജനതയ്ക്ക് ഇടയിൽ വളരെ ചലനം ഉണ്ടാക്കുന്ന കൂട്ടായ്മയാണ്. സമസ്ത കൂട്ടായ്മ മുസ്ലിം ലീഗിൽ മാത്രമല്ല മുസ്ലിം ജനങ്ങൾക്കിടയിൽ ഒരുപാട് ചലനമുണ്ടാക്കുന്ന കൂട്ടായ്മയാണ്. ഇതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത്. സമസ്ത പറയുന്നത് തങ്ങൾ ഇടതുപക്ഷത്തോട് ഒപ്പം എന്നാണ്. ഇടതുപക്ഷത്തോട് ഒപ്പം തങ്ങൾ അണിനിരക്കം എന്നാണ്. ഇനിയെല്ലാം കാണാൻ പോകുന്ന ചന്തം, ഇനിയെല്ലാം കാണാൻ പോകുന്ന പൂരം.